പാലക്കാട് ജില്ലാ ആസൂത്രണ സമിതി തെരഞ്ഞെടുപ്പിൽ UDFിലെ ചില കൗൺസിലർമാർ വിട്ടുനിന്നതിലെ വിവാദം അവസാനിക്കുന്നില്ല. 99 അംഗങ്ങളുള്ള UDFിൽ നിന്ന് 95 പേരാണ് പങ്കെടുത്തത്. പങ്കെടുത്ത മുഴുവൻ പേരുടെ വോട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതുമില്ല. നിർണായക തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. ജില്ലാ ആസൂത്രണ സമിതി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതിനിധി ഷൊർണൂർ നഗരസഭയിലെ VK ശ്രീകൃഷ്ണനായിരുന്നു UDF സ്ഥാനാർത്ഥി. ഫലം വന്നപ്പോൾ ഒരു വോട്ടിന് VK ശ്രീകൃഷ്ണൻ പരാജയപ്പെട്ടു. 95 അംഗങ്ങളുള്ള LDFിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഒറ്റപ്പാലം നഗരസഭാ ഉപാധ്യക്ഷൻ K രാജേഷ് 93 വോട്ട് നേടി വിജയിക്കുകയും ചെയ്തു. വനിതാ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിന് നടത്തിയ വോട്ടെടുപ്പിൽ മുസ്ലിം ലീഗ് പ്രതിനിധി പാലക്കാട് നഗരസഭയിലെ റിസ്വാനയ്ക്ക് 95 വോട്ടും ലഭിച്ചു. ഇതേ വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും ലഭിക്കേണ്ടിയിരുന്നതാണ്. എന്നാൽ അതുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് 4 UDF കൗൺസിലർമാർ വോട്ടെടുപ്പിന് എത്താതിരുന്നതും ചർച്ചയാകുന്നത്. കോൺഗ്രസിലെ ഒരാളും മുസ്ലിം ലീഗിലെ 3 പേരുമാണ് പങ്കെടുക്കാതിരുന്നത്. മണ്ണാർക്കാട് നഗരസഭാ ഉപാധ്യക്ഷൻ കോൺഗ്രസിലെ K ബാലകൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ മുസ്ലിം ലീഗിലെ C മുഹമ്മദ് ബഷീർ, ചെർപ്പശ്ശേരി നഗരസഭയിലെ ലീഗ് അംഗങ്ങളായ VP സുഹറാബി, ഹാരിസ് എന്നിവരാണ് പങ്കെടുക്കാതിരുന്നത്. നിർണായക തെരഞ്ഞെടുപ്പ് നടക്കുന്ന യോഗത്തിൽ കൗൺസിലർമാർ പങ്കെടുക്കാതിരുന്നത് പാർട്ടി നേതൃത്വത്തിൻ്റെ അറിവോടെയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. വിട്ടുനിന്നവരിൽ ലീഗ് കൗൺസിലർമാരാണ് കൂടുതലെങ്കിലും നഷ്ടം കോൺഗ്രസിനാണുണ്ടായത്. ഇക്കാര്യം UDF ചർച്ച ചെയ്യണമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം. ആരോഗ്യ കാരണങ്ങളാലാണ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് പങ്കെടുക്കാതിരുന്ന കൗൺസിലർമാരുടെ വിശദീകരണം.